ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേരയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ, ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യൂസാണ് കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ അകത്ത് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം കേട്ടോ. വിവിധ തരം മീനുകളുണ്ട്. കൊഞ്ചും ചെമ്പല്ലിക്കോരയും കിങ് ഫിഷും ഒക്കെ എല്ലാം, ആവോലി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാണാൻ കിട്ടാത്ത മീനുകൾ ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാം. വേണോ കിങ് ഫിഷ് എടുത്തിട്ട് പറയുകയാണ് നല്ല ഫ്രഷാണ്, മേടിക്കാനായിട്ടൊക്കെ പറയണം. പക്ഷെ നമ്മൾ ആ ചേട്ടനിൽ നിന്ന് മേടിച്ചില്ല കേട്ടോ. കൊഞ്ചാണ്, ഇഷ്ടം പോലെ മീൻ കണ്ട് ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെമ്പല്ലിക്കോരയാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെമ്പല്ലിക്കോര എന്നാണ് പറയുന്നത്. പല നാട്ടിലും പല മീൻ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് പൊതുവേ കറിയിക്കാനും പൊരിക്കാനും ഒക്കെ നല്ല സൂപ്പർ മീനാണ്. നമ്മൾ കുറച്ച് ആവോലിയും കിങ് ഫിഷും, പിന്നെ ഇതാണ് സാൽമൺ ഫിഷ്, സാൽമൺ, അത് സൂപ്പർ മീനാണെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വില കൂടുതലാണ്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് അറിയാം അത് കൊള്ളാമോ ഇല്ലയെന്നൊക്കെ. ഫിഷ് മാർക്കറ്റിലൂടെ നടക്കാൻ തന്നെ കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മട്ടൺ മേടിക്കാനുണ്ട്, ഫ്രഷ് മട്ടൺ മേടിക്കാനായിട്ട് അവിടെ ഒരു ഷോപ്പിൽ വന്നിട്ട് കുറച്ച് ഫ്രഷ് മട്ടനും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ അവരത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് മട്ടൺ വേണ്ടോ, നല്ല ഫാസ്റ്റായിട്ട് അവരെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. ഫ്രഷ് ചിക്കൻ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ടിട്ട് അത് കിട്ടിയില്ല, അവിടെ ഓപ്പൺ അല്ലായിരുന്നു ആ ഷോപ്പ്. അതാണ് ഫ്രഷ് ചിക്കൻ മേടിച്ചില്ല. പിന്നെ ഇത് ഉണക്കമീനാണ് കേട്ടോ. നമ്മളെ നെത്തോലി ഉണക്കിയതൊക്കെയാണ് ഈ പാക്കറ്റുകളിൽ ഇരിക്കുന്നത്. കൊച്ചു പാക്കറ്റിലും വലിയ പാക്കറ്റിലും ഒക്കെ നെത്തോലി ഉണക്കിയതാണ് കേട്ടോ. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേരുണ്ടാവുമല്ലോ. കുറേ ആൾക്കാർക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമ്മൾ ഫിഷ് കട്ട് ചെയ്തത് മേടിക്കാൻ വന്നു. നമുക്കുള്ള ഫിഷ് നമ്മളെ ഫിഷ് കിട്ടി. നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങി ഫ്രൂട്ട് സ്റ്റാളിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നീട് അടുത്തത് നമ്മൾ ഫ്രൂട്ട് സ്റ്റാളിലോട്ട് വന്നു. തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടോ, ഇഷ്ടംപോലെ വിവിധ തരം ഫ്രൂട്ട്സുകളും ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല, എങ്കിലും കുറച്ച് നമുക്ക് സാധാരണ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറേ ഫ്രൂട്ട്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലും അപ്പുറത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ടും അല്ലാതെയുള്ളതും കുറേ ഫ്രൂട്ട്സുകളുണ്ടായിരുന്നു. എനിക്ക് പേരറിയില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല കേട്ടോ. അബക്കാഡ എന്നാണ് അതെടുത്തിട്ട് പറഞ്ഞത്. അതിൻ്റെ പേരങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല നാട്ടിലെ നല്ല പച്ച ചീരയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം മേടിച്ചു. പിന്നെ നമ്മളൊരു ലേഡീസിൻ്റെയൊക്കെ എല്ലാം സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എല്ലാം വേറെയും കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ലേഡീസിൻ്റെ കയ്യിലിരുന്ന ഹാൻഡ് ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു 2-3 ചെയിൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കീ ചെയിനാണ് കേട്ടോ. ഒത്തിരി ഇതുപോലെയുള്ള ഐറ്റംസുകൾ അവിടെ ഉണ്ട്.
വലിയ വിലയൊന്നും ഇല്ല, സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള വിലകളേ ഉള്ളൂ അവിടെ. പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിലയൊന്നുമില്ല. 5 ദിറം 5 ദിറമാണ് കയ്യിലിടുന്ന ചെയിൻ. ആ ചെയിൻ എത്രയാണെന്ന് നമ്മൾ തിരക്കില്ല. നമ്മൾ മുത്തിൻ്റെ ഈ ചെയിൻ മേടിച്ചിരുന്നു, ഇതിന് 5 ദിറമാണ് ഒരെണ്ണം. അത് നല്ല സൂപ്പറാണ്, കാണാനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ക്യാമറയിൽ പിടിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ലെയർ വരുന്നത്. ഈ ചക്കരയ്ക്ക് മേടിച്ചു. നമ്മൾ തിരിച്ച് പോവാൻ പോവാണ്. ബായ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പുറത്തോട്ട് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം കേട്ടോ. ആ ഫിഷ് മാർക്കറ്റിൽ തന്നെയാണ് ഇതും കണ്ടത് നമ്മൾ. ഇതുണ്ടോ. പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളൊരു ഐസ്ക്രീം ഇതിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. 3 പേരും ഐസ്ക്രീം മേടിച്ചു. ഞാനും നമ്മൾ 3 അല്ലല്ലോ, 4 പേരുണ്ട്. നമുക്ക് 4 പേർക്കും ഐസ്ക്രീം എടുത്തു. പലരും പല പല തരം ഫ്ലേവറിലെ ഐസ്ക്രീമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിതാണ് മേടിച്ചത് കേട്ടോ. ചക്കര ബട്ടർ സ്കോച്ചാണ് മേടിച്ചത്. എനിക്ക് ബട്ടർ സ്കോച്ചായിരുന്നു ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് വീഡിയോ പിടിക്കാൻ മാറിപ്പോയത് കാരണം അവൾ ബട്ടർ സ്കോച്ച് എടുത്ത് എനിക്ക് വേറെ ഏതോ ഫ്ലേവറാണ് തന്നു. അവസാനം അവളെ നിന്ന് ഞാൻ ബട്ടർ സ്കോച്ച് മേടിച്ച് തിന്നു. അപ്പോഴാണ് എൻ്റെ ഇളയ ബ്രദർ വന്ന. ബ്രദർ അവൻ ജോലി കഴിഞ്ഞിട്ട് നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നതാണ് നമ്മളെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ എൻ്റെ ഏറ്റവും ഇളയ ബ്രദറാണ് ഇത്, മൂത്ത ബ്രദറാണ് കേട്ടോ. നമ്മൾ പിന്നെ ഫ്രഷ് മിൽക്ക് കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഫ്രഷ് മിൽക്ക് മേടിക്കാനായിട്ട് എൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. വേണം അവിടെ ബോട്ടിൽ മീൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതിങ്ങനെ അവർ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് വിൽപ്പനയ്ക്കായിട്ട്. ആ ബോട്ടിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകണവരുണ്ട്. അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അത്. അങ്ങനെ അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കയറി പോവാനായിട്ട്. ഇനിയിപ്പം വീട്ടിൽ പോകാൻ സമയമായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.